മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുന്നു. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവറുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ പി എയിൽ നിന്നുമൊക്കെ മൊഴിയെടുത്തിരുന്നു. രാഹുൽ എവിടെയാണ് എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡ്രൈവറുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ജംഷീർ തുടങ്ങിയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ജംഷീർ, നേരത്തെയൊക്കെ പി എയിൽ നിന്നുമൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ ഡ്രൈവറിൽ നിന്നും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുന്നുണ്ടോ? നിർണായകമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? തീർച്ചയായിട്ടും. അതായത് രാഹുലിന്റെ ഡ്രൈവറിൽ നിന്ന് മൊഴിയെടുക്കുന്നത്, അതായത് അന്നത്തെ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാതായ അന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എവിടെയെല്ലാമാണ് കൊണ്ടുപോയത്, എവിടേക്ക് ആയിരുന്നു അദ്ദേഹം പോയിരുന്നത്, വാഹനം, ഈ സംഭവം, ഈ വാർത്ത, ഈ യുവതി അതിജീവിത മുഖ്യമന്ത്രി കാണുമെന്ന് പറഞ്ഞതിന് ശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഫീസിലേക്ക് വരികയും അവിടെ നിന്ന് ഫ്ളാറ്റിൽ വരികയും പിന്നെ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. ആ സമയങ്ങളിൽ എവിടെയെല്ലാം പോയത്, എങ്ങോട്ടേക്കാണ് പോകാൻ സാധ്യതയെന്ന് സംബന്ധിച്ചാണ് ഈ ഡ്രൈവറോട് ചോദ്യം ചെയ്യുന്നത്. ഈ ഡ്രൈവറുടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നുള്ള ഒരു വിവരമാണ് ഡ്രൈവർ നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നേ ദിവസം കൂടെ ഉണ്ടായിരുന്നതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരമില്ല എന്നുള്ള വിവരമാണ് ഈ ഡ്രൈവർ നൽകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ പി ഐയിൽ നിന്നും സമാനമായ രീതിയിൽ ഫ്ളാറ്റിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു, വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കൂടുതൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. മാത്രമല്ല അന്നേ ദിവസം തന്നെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ ആ ദിവസം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം പോയ ഭാഗങ്ങളിലുള്ള ക്യാമറകൾ, CCTV ക്യാമറകൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൂടി പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നും വിവരശേഖരണം നടത്തുന്നത്. പാലക്കാട്ടുള്ള പോലീസുകാരുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ ഒക്കെ അന്വേഷണ സംഘം നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, ആ സമയങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും, ഡ്രൈവർ ആലുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രൈവറുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. എന്നാൽ നിർണായകമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ആ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നവരുടെ മൊഴിയും ഇനി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ